കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദൈവസഭയോടും നിങ്ങളെല്ലാവരോടും ചേർന്ന് ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുവാനും ദൈവസന്നിധിയിലായിരിക്കാനും നൽകപ്പെട്ട ഈ നല്ല ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി യോഗം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ സായിച്ചാനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമ്മ ആദ്യകാലം മുതൽ അവിടെ ആയിരുന്ന സമയം മുതൽ എനിക്ക് പരിചയമുള്ളൊരു പേരാണ്. ഞാനൊരു വീഡിയോയിലാണെങ്കിൽ പോലും ആദ്യമായിട്ടാണ് സായിച്ചാനെ കാണുന്നത്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ കോസ്റ്റു പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സഭയിലുള്ള എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ അറിവെനിക്കുണ്ട്. നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ക്രിസ്തയേശുവിന്റെ നാമത്തിൽ നിങ്ങളെ പ്രത്യേകമായി വന്ദനം ചെയ്യുന്നു. കർത്താവ് ഒരുപോലെ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ എല്ലാ നിലകളിലും ദൈവസഭ കാണിക്കുന്ന കൂട്ടായ്മയ്ക്ക് പ്രത്യേകമായി കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. വിശേഷാല് എൻ്റെ അങ്കിൾ, അമ്മയുടെ സഹോദരന് അവരുടെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ചതിന് പ്രത്യേകമായി ദൈവസഭയോട് ഈ അവസരം എടുത്ത് ഞാൻ നന്ദി പറയുകയാണ്. കർത്താവ് ഒരുപോലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. മത്തായി സുവിശേഷം 14-ാമത് അധ്യായം അതിന്റെ 13 മുതലുള്ള ചില തിരുവെഴുത്തുകൾ. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സസ് 13 ഓൺവേർഡ്സ്. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിനെന്ന് പറഞ്ഞു. അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിങ്ങ് കൊണ്ടുവരുവീൻ എന്നവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരുപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണം 12 കുട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു അത്ഭുതത്തിലാണ് ഈ രാത്രി നമ്മുടെ ചിന്തകൾ നിൽക്കുക. ഈ അത്ഭുതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ട് മുൻപിലേക്ക് വചനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. സുവിശേഷം നമ്മൾ മുഴുവൻ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ 35 അത്ഭുതങ്ങൾ സുവിശേഷത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി ആഴത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം സുവിശേഷത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ ഭൂരിഭാഗം ഉള്ള കാര്യമാണല്ലോ 4 സുവിശേഷങ്ങളിലായി നമുക്ക് വിശദീകരിച്ചിരിക്കുന്നത്. ഈ 3.5 വർഷത്തെ ശുശ്രൂഷയെ ഒരു 1200 ദിവസം എന്ന 1270 ദിവസം എന്ന കണക്കിനകത്ത് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ 1270 ദിവസം ഈ 3.5 വർഷത്തെ ശുശ്രൂഷ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഓരോ ദിവസവും ഓരോ അത്ഭുതവും ഇതിനകത്ത് ദിവസങ്ങൾ, മത്തായി സുവിശേഷം തൊട്ട് യോഹന്നാൻ സുവിശേഷം വരെ ഇതിനകത്ത് ദിവസങ്ങൾ മുഴുവൻ എണ്ണി നോക്കിയാൽ 70 ദിവസത്തെ ഒരു കണക്ക് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. മത്തായി സുവിശേഷം മുതൽ യോഹന്നാൻ സുവിശേഷം വരെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ 70 ദിവസത്തെ കണക്ക് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ള ഈ ജീവചരിത്രം എന്ന് പറയുന്നത്. അപ്പോ അത് യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ മരണവും സ്വർഗാരോഹണവും വരെയുള്ള 33.5 വർഷത്തെ ചരിത്രം അതിനകത്ത് പറയുന്നുണ്ടെങ്കിലും ഓരോ ദിവസവും എണ്ണി നമ്മൾ നോക്കുമ്പോൾ 70 ദിവസത്തെ ചരിത്രം മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിന് കുറച്ചുകൂടെ വ്യക്തത വരാൻ ഒരു വാക്യം ഉദ്ധരിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷത്തിലെ അവസാന വാചകം അതിന് തെളിവാണ്. ആ വചനം ഇങ്ങനെയാണ്: ഇങ്ങനെ യേശു ചെയ്തത് മറ്റ് പലതുമുണ്ട്, അവ ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അപ്പൊ യോഹന്നാൻ അങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി എഴുതാൻ ഒരുപാടുണ്ട്, പക്ഷെ എഴുതിയാൽ ഇത് ഒതുങ്ങുകയില്ല, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എന്ന കാര്യമാണ് യോഹന്നാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പൊ ഈ 1270 ദിവസത്തെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിനകത്ത് 1200 ദിവസവും സുവിശേഷകന്മാർ ഇത് എഴുതിയപ്പോൾ ഒഴിവാക്കി.
പിന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 70 ദിവസത്തെ ചരിത്രം മാത്രം നമുക്ക് നൽകി. അങ്ങനെ പഠിക്കുമ്പോൾ ഇവർ എഴുതിയതിനേക്കാൾ കൂടുതൽ ഒഴിവാക്കുകയാണ് ചെയ്തത്. കൂടുതൽ എഴുതിയില്ല, കൂടുതൽ ഒഴിവാക്കി സെലക്റ്റീവ് ആയിട്ടുള്ള ദിവസം മാത്രം എഴുതി. അങ്ങനെ ഒഴിവാക്കി വന്നപ്പോ വേദപുസ്തകത്തിനകത്തെ ഈ സുവിശേഷങ്ങളുടെ ഒരു പ്രത്യേകത, 4 സുവിശേഷകന്മാരും ഒരേപോലെ രേഖപ്പെടുത്തിയ യേശുവിന്റെ ഒറ്റ അത്ഭുതമേ പുസ്തകത്തിലുള്ളൂ. 4 സുവിശേഷകന്മാരും ഒരുപോലെ രേഖപ്പെടുത്തിയ ഒറ്റ അത്ഭുതമേ പുസ്തകത്തിലുള്ളൂ. അത് നാം വായിച്ച 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതമാണ്. അപ്പൊ ഇവർ ഈ 1200 ദിവസവും ഒഴിവാക്കിയപ്പോ ഏത് അത്ഭുതം നിർബന്ധമായും എഴുതണമെന്ന പരിശുദ്ധാത്മാവിന്റെ പ്രേരണയായിരിക്കാം 4 പേരും വളരെ കണക്കുകൾ വരെ കൃത്യമായി, സ്ഥലങ്ങൾ വരെ കൃത്യമായി ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ 4 പേരോടും നിർബന്ധമായി ക്രൂശീകരണത്തിനും ഉത്ഥാനത്തിനും ശേഷം 4 പേരും എഴുതിയിട്ടുള്ള ഏക സംഭവം ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതമാണ്. യേശുവിന്റെ ജനനം എല്ലാവരും എഴുതിയിട്ടില്ല, യേശുവിന്റെ സ്നാനത്തെക്കുറിച്ച് എല്ലാ സുവിശേഷത്തിലും രേഖയില്ല. ഇതൊക്കെ ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ആധികാരികത മനസ്സിലാകുന്നത്. 4 സുവിശേഷകന്മാരും നിർബന്ധമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു അത്ഭുതം. ആ ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് ഒരു പ്രസംഗകന്റെ ആവശ്യമില്ലാതെ, ഒരു വ്യാഖ്യാതാവിന്റെ ആവശ്യമില്ലാതെ പരിശുദ്ധാത്മാവ് വായിക്കുന്ന ആരോടും വളരെ ലളിതമായി പറയുന്ന ഒരു സന്ദേശം ഈ ഭാഗത്ത്, യേശു നമ്മുടെ ആത്മീക ആവശ്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഭൗതിക ആവശ്യങ്ങളിലും തക്ക സമയത്ത് കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാകും. ആമേൻ. ഞാനിത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? അങ്ങനെ എടുത്തു പറയാൻ കാരണം നമ്മുടെ ഈ കാലം കുറച്ച് വിഭിന്നമാണ്. 2 എക്സ്ട്രീമിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഒരു എക്സ്ട്രീമിലുള്ള ആളുകൾ സുവിശേഷം പറയുമ്പോൾ നമ്മെ കഷ്ടതയ്ക്കായിട്ട് വിളിച്ചിട്ടുണ്ട്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്ന, കഷ്ടങ്ങളിൽ ഇഷ്ടപ്പെടുന്ന, കഷ്ടങ്ങളിൽ അഭിമാനിക്കുന്ന ഒരു ക്രിസ്തീയതയെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോ ഭാഗങ്ങൾ ഉപേക്ഷിച്ച് കർത്താവിന്റെ വേലയിലേക്ക് നീങ്ങണം, കഷ്ടത അനുഭവിക്കണം എന്നൊരു വിഭാഗം പറയുമ്പോൾ, അപ്പുറത്തെ എക്സ്ട്രീം സൈഡ് നമ്മളോട് പറയുന്നത് കർത്താവ് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ കൂടെ ജാതികൾക്ക് വരേണ്ടതിനാണ് നമ്മെ വിളിച്ചിട്ടുള്ളത്, അപ്പൊ നമ്മെ സമൃദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചിട്ടുള്ളതെന്ന് അപ്പുറത്തെ എക്സ്ട്രീം പറയുന്നു. അങ്ങനെ 2 എക്സ്ട്രീമുള്ളൂ. ഒരു എക്സ്ട്രീം പറയുന്നു കഠിനമായ കഷ്ടതയിൽ കൂടെ പോകണം, മറ്റേ എക്സ്ട്രീം നമ്മോട് പറഞ്ഞു തരുന്നത് സമൃദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചത്. പക്ഷെ ഞാൻ ഇന്ന് രാത്രി ഈ ഭാഗം പറയുമ്പോൾ ഇതിന്റെ രണ്ടിന്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ കഷ്ടത എന്ന് പറയുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതയെക്കുറിച്ചല്ല പുസ്തകം പറയുന്നത്. ക്ലിയർ വേർഡാണ്. കാരണം അപ്പോസ്തലന്മാർ അനുഭവിച്ച കഷ്ടത മുഴുവൻ ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനാണ്. പൗലോസിന്റെ അസുഖങ്ങൾ, പൗലോസിന്റെ ഉറക്കമില്ലായ്മകൾ, അവരുടെ ചിലവുകൾ, അവർക്ക് വന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതവർ വീട് വെച്ചതോ തലമുറയുടെ വിവാഹം നടത്തിയതോ മറ്റിതര കാര്യങ്ങൾ ചെയ്തതോ ഒന്നുമല്ല. അപ്പോസ്തലന്മാർ പുതിയ നിയമത്തിനകത്ത് ആരൊക്കെ കഷ്ടത അനുഭവിച്ചിട്ടുണ്ടോ അത് മുഴുവൻ സുവിശേഷീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള കഷ്ടതയാണ്. അല്ലാതെ ഒരു ഭാഗത്ത് പോലും കഷ്ടത ജീവിതവുമായി കോർത്തിളക്കി നമുക്ക് കാണാൻ കഴിയില്ല. മുഴുവൻ സുവിശേഷീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള കഷ്ടതകൾ. അതുകൊണ്ട് നാം കടന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ സാമ്പത്തിക ശോധനകളോ മറ്റു ചില കാര്യങ്ങളോ വെച്ച് അത് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നുവെങ്കിലാണ് അത് ദൈവത്തിന് പ്രസാദം. ദൈവവേലയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നെങ്കിലാണ് അത് പല ഫലങ്ങളും നമുക്ക് ഉളവാക്കുന്നത്. അല്ലാതെ നാം കടന്നു പോകുന്ന കഷ്ടങ്ങളെ കുറിച്ചല്ല പുസ്തകം പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ രണ്ടിന്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, യേശു നമുക്ക് വേണ്ടി ഏത് സമയത്തും ഇടപെടും, കരുതും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ ഹൈറേഞ്ച് മേഖലയിൽ സുവിശേഷ വേല ചെയ്യുമ്പോൾ പലയിടങ്ങളിലൊക്കെ ശുശ്രൂഷകൾക്കായിട്ട് കടന്നു പോകുമ്പോൾ നിരവധി ആളുകൾ ഹൈറേഞ്ച് മേഖലയിൽ കഷ്ടപ്പെടുന്ന ആളുകളാണ്. നമ്മൾ അവരോട് നിത്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അവർ കർത്താവിന്റെ സന്നിധിയിൽ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇന്നെങ്കിലും ദൈവം എന്നോട് സംസാരിച്ച് എൻ്റെ അവസ്ഥകൾക്കൊരു വ്യതിയാനം വരുത്തുമോ എന്നുള്ളൊരു കണ്ണുനീരോടുകൂടിയാണ് അവർ ദൈവസന്നിധിയിൽ വരുന്നത്. അവരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നമ്മുടെ ആ ഭൗതിക വിഷയത്തിനകത്ത് ദൈവം ഇടപെടും എന്നുള്ളൊരു ശക്തമായ ആലോചനയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഒരു തെളിവ് കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് വെക്കാം. ഇതേ സുവിശേഷം 15-ാം അധ്യായം 1 പേജ് മറിച്ചാൽ
32 വചനം പറയാം. 15 അധ്യായം 32, 15:32. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായക കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. 3 ദിവസം യേശുവിന്റെ കാൽക്കൽ ഇരുന്ന് വചനം കേട്ട ജനത്തോട് യേശു പറഞ്ഞില്ലേ ഈ ബലത്തോടെ പോകാൻ? 3 ദിവസം വചനം കേട്ടതല്ലേ? 3 ദിവസം ഫാസ്റ്റിംഗ് അനുഷ്ഠിച്ചതല്ലേ? 3 ദിവസം നല്ലപോലെ വചനം കേട്ട് ആ ബലത്തോടെ പോയാ മതി എന്ന് യേശു പറഞ്ഞില്ല. ഈ വചനം കേട്ടാലും അവർ മുൻപിലേക്ക് പോകുമ്പോ അവർക്ക് ആവശ്യമുള്ള ആഹാരം ലഭിച്ചില്ലെങ്കിൽ അവർ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 3 ദിവസത്തെ വചന ശുശ്രൂഷ മാത്രമല്ല ഇപ്പോൾ പര്യാപ്തം. ഇപ്പോൾ അവർക്ക് ആവശ്യമായ കരുതലുകൾ കൂടെ കൊടുക്കണമെന്ന് നമ്മുടെ ആരാധനായ കർത്താവിന്റെ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ, യേശു ആ കാര്യം പഠിപ്പിച്ചെങ്കിൽ, യേശു അത് ചെയ്തെങ്കിൽ നാം എന്തിനത് പറയാതിരിക്കണം? അതുകൊണ്ട് ഇന്ന് രാത്രി വചനം ശ്രദ്ധിക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. കർത്താവ് നമ്മുടെ ആവശ്യങ്ങളിൽ നിശ്ചയമായും ഇടപെട്ട് നമ്മുടെ ആവശ്യങ്ങളിൽ തക്ക സമയത്ത് കരുതുന്ന വല്ലഭത്വമുള്ള ദൈവത്തിന്റെ കാര്യം നമുക്ക് കാണാൻ കഴിയുമെന്ന് ഈ രാത്രി വിശ്വസിക്കണം. സ്തോത്രം. 2 തെളിവുകൾ കൂടെ അതിന് പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ മുമ്പിലേക്ക് വരാം. ഒന്ന്, ഫിലിപ്പി ലേഖനം 4 അധ്യായം അതിന്റെ 19 തിരുവെഴുത്ത്. നമുക്ക് പരിചയമുള്ള പ്രാർത്ഥനകളിൽ ഉരുവിടാറുള്ള ഒരു വാചകം, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. പൗലോസ് ഈ പറഞ്ഞത് അവരുടെ ആത്മീയ ബുദ്ധിമുട്ട് തീർക്കുന്നല്ല. ആ കോണ്ടെക്സ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ തെസ്സലോനിക്കയ്ക്ക് ശുശ്രൂഷയ്ക്ക് പോകുന്ന പൗലോസ് പട്ടിണി കിടന്ന് ശുശ്രൂഷിപ്പാൻ വഹിയാതെ വന്നപ്പോൾ ഫിലിപ്പിയ സഭ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസിന് ഒരു കവർ കൊടുത്തു വിടുക. പൗലോസ് അതിന് മറുപടി എഴുതുക, നിങ്ങൾ എപ്പഫ്രാത്തോത്തീസിന്റെ കയ്യിൽ കൊടുത്തു വിട്ടത് ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തരായിരിക്കുന്നു. അടുത്ത വചനമാ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും. അപ്പോ കഷ്ടതയുടെ കഠിന ശോധനയിൽ മക്കദോന്യ സഭ കാണിച്ച ആ കൂട്ടായ്മയെ എടുത്തു ചൊല്ലിയിട്ട് പൗലോസ് പറയുന്നുണ്ട്, എന്റെ ദൈവം നിങ്ങളുടെ ഭൗതിക ബുദ്ധിമുട്ടിനകത്ത് ഇടപെടും. അതെങ്ങനെ ഇടപെടും? അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി, അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം എന്റെ ഭൗതിക ആവശ്യത്തിനകത്ത് യേശു ഇടപെടുമെന്നുള്ള കൃത്യമായ ദൂത പൗലോസ് അവിടെ രേഖപ്പെടുത്തിയത്. അവർക്ക് ആവശ്യം അതായിരുന്നു. അതറിഞ്ഞ് യേശു ഇടപെട്ടു. ഒരു തെളിവ് കൂടെ അതിലേക്ക് വെച്ചിട്ട് ഞാൻ വചന ഭാഗത്തേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം ഒടുവിലത്തെ അധ്യായം 21 അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്ന പത്രോസും ദിദിമോസും നഥനിയേലും സെബെദിപുത്രന്മാരും അടങ്ങുന്ന ഒരു 7 അംഗ സംഘം പടകും വലയെടുത്ത് തിബരിയാസിന്റെ തിരമാലകളിലേക്ക് തുഴയെറിഞ്ഞു പോകുക. എന്താ? അവരെ കണ്ടിട്ട് നമ്മുടെ പ്രസംഗരെല്ലാം പറഞ്ഞിട്ടുള്ളത് അവർ പിന്മാറിപ്പോയെന്ന്. കാരണം യേശു ഉയർത്തെഴുന്നേറ്റത് കണ്ടിട്ടും 21 അധ്യായത്തിൽ ഇവരെല്ലാം വിട്ട പടകം വലെ വീണ്ടും എടുത്ത ആൾക്കാരാണ് പത്രോസ് സംഘം എന്ന് അവര് പറഞ്ഞത്. പക്ഷേ അന്ന് രാത്രി അവര് പോയതിന്റെ കാരണം പിന്മാറ്റമൊന്നുമല്ല. 3 ദിവസമായി അവർ വാതിലടച്ച് വീടിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് വയറിനകത്ത് പട്ടിണിയാ ആ രാത്രിയിൽ അവർ തിബരിയാസിലേക്ക് പോയത്. അവർക്ക് പത്രോസിനും കുടുംബമുണ്ട്, വീട്ടിൽ നോക്കേണ്ട ആളുകളുണ്ട്. അന്ന് രാത്രി അവർ ഇറങ്ങിപ്പോയത് അവരുടെ വയറിന്റെ പട്ടിണിയാ. അത് അറിഞ്ഞിട്ടാണ് യേശു ആ പ്രഭാതത്തിൽ തിബരിയാസിന്റെ കരയിൽ വന്ന് അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഒന്നും കിട്ടിയില്ല നാഥ എന്ന് പറഞ്ഞ് അവർ അവിടെ നിരാശയോടെ അവിടെ ഇരിക്കുമ്പോൾ യേശു ആ കരയിൽ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചത് നാം ഒരുപോലെ എത്ര പ്രാവശ്യം വായിച്ച് ആശ്വസിച്ചിട്ടുള്ളതാണ്. കടലിൽ തിരഞ്ഞത് കരയിൽ കനലിൽ ഒരുക്കി കർത്താവ് അവർക്ക് കൊടുത്തത് നാം എത്ര തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ അകത്തൊരു ഉറപ്പുണ്ടാകണം. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുമ്പോൾ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ കർത്താവിന്റെ മുൻപിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ആത്മീയ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനോടൊപ്പം യേശു എന്റെ ആവശ്യങ്ങളെ അറിയുന്നുണ്ട്. എന്റെ ആവശ്യങ്ങളെ അവഗണിച്ചു പോകുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. എന്റെ ആവശ്യം അറിഞ്ഞ് അതിനനുകൂലമായ നടപടികൾ സ്വീകരിക്കുന്ന ഒരു കർത്താവിനെയാണ് ഈ രാത്രിയിൽ നമ്മൾ ആരാധിക്കുന്നത്. കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.
പൗലോസിന് വേണ്ടി അങ്ങനെ കരുതിയെങ്കിൽ, പത്രോസിന് സംഘത്തിന് വേണ്ടി അങ്ങനെ കരുതിയെങ്കിൽ, ടാക്സ് അടയ്ക്കാൻ വകയില്ലാതെ നിന്ന് പത്രോസിന് മത്സ്യത്തിന്റെ വയറ്റിൽ ചതുർദ്രഹ്മ പണം കരുതാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ, കർത്താവിനെ അന്വേഷിക്കുന്ന ഭക്തന്മാർ കുന്നിന് മുട്ടില്ല, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്ന് വചനം പറയുമ്പോ ഇന്ന് രാത്രി വചനത്തിന് നമുക്കൊരു ആമേൻ പറയാം. കർത്താവിന്റെ വചനം നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. സ്തോത്രം. ഞാന് നമ്മുടെ വായന ഭാഗത്തേക്ക് വേഗത്തിൽ വരിക. ഇപ്പൊ 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം തൊട്ട് സമയബന്ധിതമായിട്ട് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു വരും. 14-ാം അധ്യായം 13-ാം വാക്യം. അത് കേട്ടിട്ട് യേശു അവിടെ വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. എന്ത് കേട്ടിട്ടാണ് യേശു വേറിട്ട് വാങ്ങിപ്പോയത്? 14-ാം അധ്യായം ആ പ്രാരംഭ ഭാഗം പറയുന്നുണ്ട്, ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വലിയൊരു ജന്മദിനാഘോഷം നടക്കുന്നു. ജന്മദിനാഘോഷം നടക്കുമ്പോൾ ഹെരോദാവിന്റെ മകൾ വളരെ മനോഹരമായ ഒരു നൃത്തം ചെയ്ത്, ആ നൃത്തം കണ്ട് പപ്പയ്ക്കും സദസ്സിനും മുഴുവൻ സന്തോഷമായി. ആ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പപ്പ പറഞ്ഞു, ഇന്ന് മോൾ എന്ത് ചോദിച്ചാലും മോൾക്ക് പപ്പ തരും എന്നൊരു വാഗ്ദാനം ആ സദസ്സിൽ വെച്ച് ഹെരോദാവ് നടത്തുന്നു. അപ്പോ മകൾ സ്വന്തമായ ഒരു തീരുമാനം എടുക്കാതെ ഓടിച്ചെന്ന് മമ്മിയോട് ചോദിച്ചു. അപ്പൊ മമ്മിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഹെരോദാവിനോട് ഈ ബാല വന്ന് യോഹന്നാൻ സ്നാപകന്റെ തല ഒരു തളികയിൽ ആവശ്യപ്പെടുന്നത്. അതാണ് 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം നമ്മൾ വായിച്ചതിന് തൊട്ട് മുൻപ്. അങ്ങനെ ഹെരോദാവ് മനസ്സില്ലാ മനസ്സോടെ സദസ്സിനെ മാനിക്കേണ്ടത് കൊണ്ട് മാത്രം യോഹന്നാനെ ശിരച്ഛേദം ചെയ്ത് അവന്റെ തല ഒരു തളികയിൽ ബാലയ്ക്ക് നൽകി. അവന്റെ ശിഷ്യന്മാർ വന്ന് അവന്റെ ഉടൽ കുഴിച്ചിട്ടു. 12-ാം വാക്യം 14-12. പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു. അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ തല പോയ കാര്യം യേശുവിനെ വന്നറിയിക്കുമ്പോ 13-ാമത്തെ വാക്യം പറയുന്നു, അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. അപ്പൊ യേശുവിന്റെ ഇപ്പോഴത്തെ ഈ മാറ്റത്തിന് കാരണം യോഹന്നാന്റെ തല ഹെരോദാവ് എടുത്തതാണ്. യോഹന്നാനെതിരെ ഹെരോദാവിന്റെ വാൾ ഉയർന്നതാണ് യേശു ഇപ്പോൾ ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോകാൻ കാരണം. സത്യത്തിൽ എന്റെ ഒരു പഠനം പറഞ്ഞാൽ, ഞാൻ പഠിച്ചത് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത് പറഞ്ഞാൽ, യേശു ആ സമയം സമ്മർദ്ദം മുഖാന്തരം പിടിച്ചു നിൽക്കാൻ കഴിയാതെ മാറിപ്പോയതാ. അതെന്താ അങ്ങനെ പറയുക? യേശു അങ്ങനെ മാറിപ്പോയി, യേശുവിന് അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ? ഞാൻ 1-2 തെളിവ് വേഗത്തിൽ പറയാം. 4-ാം അധ്യായം മത്തായി സുവിശേഷം തന്നെ അത് തെളിയിക്കുന്നുണ്ട്. 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, 4:12. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. അപ്പൊ യോഹന്നാൻ സ്നാപകനെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോഴും യേശു ഒരു ഷിഫ്റ്റ് നടത്തിയിരുന്നു. 12-ാം അധ്യായം ഒരു തെളിവ് കൂടെ, 12-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. 12-14-15. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിപ്പാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. യേശു അതറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. അപ്പൊ പരീശന്മാരെല്ലാവരും കൂടെ യേശുവിനെ ഇന്ന് രാത്രി ഭേദ്യം ചെയ്യണം എന്നൊരു തീരുമാനം എടുത്തപ്പോ യേശു അതറിഞ്ഞ് എന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് കാണാമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കാതെ യേശു സ്ഥലം വിട്ടുപോയി. യോഹന്നാനെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോ യേശു സ്ഥലം വിട്ടുപോയി. പരീശന്മാര് തല്ലാൻ വട്ടം കൂട്ടിയപ്പോ യേശു സ്ഥലം വിട്ടുപോയി. ഹെരോദാവിന്റെ വാൾ യോഹന്നാൻ സ്നാപകനെതിരെ ഉയർന്നു എന്നറിഞ്ഞപ്പോ യേശു സ്ഥലം വിട്ടുപോയി. സത്യത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ, ഇങ്ങനെ യേശു മാറിപ്പോയതിനെ കുറിച്ച് വായിക്കുമ്പോൾ ഒരു നിരാശയ ഹൃദയത്തിനകത്ത് വരുന്നത്. അയ്യോ, ഇങ്ങനെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് മാറിപ്പോകുന്ന ഒരാളാണ്. ഒരു പാസ്റ്റർ ആണെങ്കിൽ ഞങ്ങൾ ചോദിച്ചതിനെ നിർബന്ധമായിട്ടും ഇത്ര കഷ്ടപ്പാടാണോ? എവിടെ ചെന്നിട്ടും മിനിസ്ട്രിയിലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എവിടെ ചെന്നാലും വല്ലാത്ത പ്രതിരോധങ്ങൾ, ആരോ പുറകെ നടന്ന് ഓടിക്കുന്നത് പോലൊരു ഫീലാണ്. ജെറുസലേമിൽ ചെല്ലുമ്പോൾ അവിടുന്ന് ഗലീലയ്ക്ക് ഓടിക്കുന്നു, ഗലീലയിൽ വരുമ്പോൾ അവിടെ അടുത്ത പ്രതികൂലം ഉണ്ടാകുന്നു, അവിടെ നിന്ന് ഓടുന്നു. എവിടെല്ലാം ചെല്ലുന്നു അവിടെല്ലാം പ്രതികൂലമുണ്ടായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ യേശു ഇങ്ങനെ ഓരോ പ്ലേസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളോട് പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് ഈ ഭാഗം ധ്യാനിച്ചപ്പോ പറഞ്ഞ ദൂത് ഞാൻ പറയാം. സ്തോത്രം. പിടിച്ചു നിൽപ്പില്ലാതെ ഇങ്ങനെ ഓടി ഓടി നടക്കേണ്ട, ഒരിടത്ത് ചെന്നിട്ട് ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ എവിടെ ഒന്ന് നിലയുറപ്പിക്കാൻ സാധിക്കുക എന്ന വിഷമത്തോടെ ചോദ്യത്തോടെ ഇന്ന് രാത്രി തിരുവെഴുത്ത് ശ്രദ്ധിക്കുമ്പോ
പരിശുദ്ധാത്മ വചനത്തിലൂടെ ദൂത് പറയുക, ഈ ഷിഫ്റ്റ് ഒന്നും, ഈ ഓടി നടപ്പൊന്നും, ഈ ഗത്യന്തരമില്ലാത്ത അലഞ്ഞു നടപ്പ് ദൈവം അറിയാതെ അല്ല കേട്ടോ. സ്തോത്രം. ഇതിന്റെ എല്ലാം പിൻപിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് വചനപ്രകാരം ഒരു ദൂത് പറയുക. നിങ്ങൾ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഗത്യന്തരമില്ലാതെ, ഒരുപക്ഷെ കൂടെയുള്ളവർ വരെ ചോദിച്ചേക്കാം, എങ്ങും അങ്ങ് ഫിക്സ് ആയില്ലല്ലേ, എങ്ങും അങ്ങ് നിലയുറച്ച് നിൽക്കാൻ പറ്റിയില്ലല്ലേ, എങ്ങും ഒരു അനുഗ്രഹമായിട്ട് തീരുന്നില്ലല്ലേ. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി കേൾക്കുക, യേശു അങ്ങനെ മാറിപ്പോയിടത്തെല്ലാം അതിശയകരമായ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട്. നിങ്ങളെ കർത്താവ് ചിലയിടങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചിലയിടങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ മൂവ് ചെയ്യിക്കുന്നെങ്കിൽ, അതിന്റെ പിൻപിൽ ദൈവത്തിന് അനുഗ്രഹത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി വചന മുഖാന്തരം തിരിച്ചറിയുക. ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ അതൊന്നുകൂടെ വിശദീകരിക്കാം. 4:12 നമ്മൾ വായിച്ചത്, യേശു ആദ്യം മാറിപ്പോയിടം. നിങ്ങളെ പുസ്തകം തുറന്നു നോക്കിയാൽ 4:12 താഴെ, ബൈബിൾ ഉള്ളവരൊക്കെ തുറന്നു നോക്കിയാൽ കാണാം. സമയപരിമിതിക്കകത്ത് ഞാനങ്ങ് പറഞ്ഞു പോവുക. 14ഉം 15ഉം വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ പഴയ നിയമ പ്രവചനം രേഖപ്പെടുത്തി. 16-ാം വാക്യത്തിൽ എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവർത്തിയാകാൻ സംഗതി വന്നു. ഒന്നാമത് യേശു പ്ലേസ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു ദൂത് നിറവേറി. 12-ാം അധ്യായം 15-ാം വാക്യമാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. പരീശന്മാരുടെ ആലോചന ഭയന്ന് യേശു സ്ഥലം വിട്ടപ്പോൾ 12:17 മുതൽ നിങ്ങൾ ശ്രദ്ധിച്ച്, 17 മുതൽ 20 വരെ വീണ്ടും ഡബിൾ ഇൻവേർട്ടഡ് കോമായിൽ ഒരു പഴയ നിയമ പ്രവചനം എടുത്തെഴുതി. 21-ാം വാക്യം വീണ്ടും പറയുന്നു, എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകാൻ സംഗതി വന്നു. നമ്മളാ ഒരുപക്ഷെ യേശുവിനെ കണ്ടിട്ട് പറഞ്ഞത് ഗത്യന്തരമില്ലാതെ ഓടുകയാണെന്ന്. പക്ഷെ സ്വർഗം ആ ഓട്ടം കണ്ടിട്ട് പറയും, അവനോടുള്ള എന്റെ ആലോചന നിവർത്തിക്കാനാണ് അവരിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ മേൽ ഉള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നത് വരെ പരിശുദ്ധാത്മാവ് ഒരു വഴികാട്ടിയായി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ സമ്മർദ്ദം അകാരണമായി സംഭവിച്ചതല്ല. അത് ഹെരോദാവിന്റെ ചങ്ങല ഭയന്നല്ല, അത് ഹെരോദാവിന്റെ വാള് ഭയന്നല്ല, അത് ഹെരോദാവിന്റെ തീരുമാനം ഭയന്നല്ല. അതിലുപരി അവന് മീതെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, നമ്മുടെ ഓഫീസിന്റെ സിഇഒ കാര്യം തീരുമാനിച്ചെന്ന് വിചാരിക്കണ്ട, നമ്മുടെ ഓഫീസിന്റെ ഹെഡ് കാര്യം തീരുമാനിച്ചെന്ന് വിചാരിക്കണ്ട. ഹെരോദാവ് തീരുമാനിക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ മുൻനിർണയത്തിൽ എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്, അത് നടപ്പിലാകാനേ പോകുന്നുള്ളൂ. ഇതൊന്നും പിശാച് അണിയറയിൽ ആത്മീകനെതിരെ മെനഞ്ഞൊരുക്കിയ തന്ത്രങ്ങളുടെ ആവിഷ്കരണമല്ല, അതിലുപരി എന്നെ കുറിച്ചുള്ള സ്വർഗത്തിന്റെ ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യേശുവിന്റെ ജീവിതത്തിൽ ഈ ഷിഫ്റ്റ് വന്നത് ഒരുപക്ഷെ ഇങ്ങനെ പേടിച്ചോടിയ അസാധാരണമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അതിനോടെല്ലാം ചേർത്ത് മത്തായി പറഞ്ഞു, വെറുതെ ഓടിയതല്ല, ആരും ഓടിച്ചതൊന്നുമല്ല, അതിന്റെ പിൻപിൽ അവനെ കുറിച്ചുള്ള ഒരു ദൈവാലോചന നിറവേറാറുണ്ട്. ഒരു തെളിവ് കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ മുന്നിലേക്ക് വരാം. മത്തായി സുവിശേഷം തന്നെ 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, 2:14, അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. ഹെരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. അടുത്തത് ഇൻവേർട്ടഡ് കോമായിൽ, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകാൻ സംഗതി വന്നു. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ചോ? അവൻ എഴുന്നേറ്റ് രാത്രിയിൽ തന്നെ ശിശുവിനെ അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് പുറപ്പെട്ടു പോയി. ആ രാത്രി ജോസഫിനോട് ചോദിക്കും, അച്ഛൻ നിങ്ങൾ ഇത്ര ധൃതി വെച്ച് എങ്ങോട്ടാ പോകുന്നത്? അവര് പറയും, പിടിച്ചു നിൽപ്പില്ലാതെ കുഞ്ഞിന്റെ ആയുഷിന്റെ, കുഞ്ഞിന്റെ ഭാവി ഓർത്ത് ഞങ്ങൾ ഓടുക അച്ഛ, ഞങ്ങൾക്ക് എങ്ങനെയും രക്ഷപ്പെടണം. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ ഓട്ടം അകാരണമല്ല, ആ ഓട്ടം ആകസ്മികമല്ല, ആ ഓട്ടം സ്വർഗത്തിന്റെ ദൈവത്തിലെ പദ്ധതിക്കകത്തുള്ള ഒരു ഓട്ടമാ. ഇന്ന് രാത്രി ഇതിനകത്ത് വചനം ശ്രദ്ധിക്കുന്ന പലരെ നോക്കി പരിശുദ്ധാത്മാവിന്റെ ഒരു നിർബന്ധം ഈ രാത്രി ഈ ദൂത് പറയാനുണ്ട്. നിങ്ങളുടെ പല ഷിഫ്റ്റുകൾ നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് സ്വർഗം അറിയാതെ അല്ല, ദൈവത്തിന്റെ ഒരു പ്രൊഫറ്റിക്കൽ റൂട്ട് മാപ്പിനകത്താണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൂത് പറയാം. നിങ്ങളെ മൂവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അവിടുത്തെ സംഘടനകളോ അവിടുത്തെ പ്രസ്ഥാനങ്ങളോ അല്ല. ആ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ പാതകളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ദൂതമാണെന്ന് ഇന്ന് രാത്രി ആത്മധൈര്യമുള്ളവർ ഒരിക്കൽ കൂടി ഇരുകരവും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രിയരെ, നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലോകശക്തികളൊന്നും അല്ല. ഏതെല്ലാം പ്രതികൂലം വന്നാലും
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് വചനം പറയുക. സ്തോത്രം. അവിടെ എല്ലാം വിട്ടോടേണ്ടി വന്നപ്പോൾ മത്തായി പറഞ്ഞു, ഇതൊന്നും ആകസ്മികമല്ല, ഇതൊക്കെ നേരത്തെ പുസ്തകത്തിനകത്ത് കുറിച്ചിട്ടുള്ളതാ. ആരാ ഈ രാത്രി നമ്മൾ ഭാരത്തോടെ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. കർത്താവ് എവിടെ നിലയുറപ്പിക്കുന്നേ? കർത്താവ് ഉദ്ദേശിച്ചെടുത്ത് നിങ്ങൾ നിലയുറയ്ക്കും. സ്തോത്രം. ഈ ഓടി നടപ്പ് കർത്താവ് നിങ്ങളെ നങ്കൂരമിട്ട് ഒരിടത്ത് ഉറപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നിങ്ങളെ എത്തിക്കും വരെ പരിശുദ്ധാത്മാവ് ഒരു ഗൈഡറായി നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഈ രാത്രി തിരിച്ചറിയുന്നവർ സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഞാൻ മുന്നിലേക്ക് വരിക. അപ്പോ യേശു സ്ഥലം വിട്ടുപോയിടത്തെല്ലാം ഇങ്ങനെ അസാധാരണമായ ഒരു ദൂത് നിറവേറിയിട്ടുണ്ട്, ഒരു ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ട്. അപ്പൊ 14-ാം അധ്യായത്തിലും യേശു ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിന് അധീനമായി യേശു സ്ഥലം വിട്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ വേഗത്തിൽ സ്കിപ്പ് ചെയ്തൊന്ന് വരികയാണ്. അതിന്റെ 15-ാമത്തെ വാക്യം, 14-ാം അധ്യായം 15. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അപ്പോ യേശുവിന്റെ അടുക്കൽ, യേശു അടുത്ത സ്ഥലത്ത് പോയി. വളരെ പുരുഷാരം യേശുവിനെ അനുഗമിച്ചു. യേശു അവർക്ക് ശുശ്രൂഷ ചെയ്തു. ശുശ്രൂഷയ്ക്ക് ശേഷം സമയം വൈകിയപ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് 2 ജെനുവിൻ കൺസേൺ യേശുവിനോട് പറയുക. വളരെ പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. അവര് പറഞ്ഞത്, ഈ സ്ഥലം മരുഭൂമിയാണ്, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം. അപ്പൊ 2 കൺസേൺ ആണ് യേശുവിന്റെ മുമ്പിൽ വെച്ചത്. കർത്താവ്, നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഈ സ്ഥലം ഇതൊരു മരുഭൂമിയാണ്. ഇവിടെ നിന്ന് മൂവ് ചെയ്താലേ നമുക്ക് ഗുണമുണ്ടാകത്തുള്ളൂ, ഭക്ഷണം കിട്ടത്തുള്ളൂ. 2-ാമത്തെ കാര്യം, നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്, നമ്മൾ പോകേണ്ട സമയം കഴിഞ്ഞു. അതല്ലേ, നേരവും വൈകി, ഇത് മരുഭൂമിയാണ്. ഞാനതൊന്ന് വിശദീകരിച്ച് വേഗത്തിൽ വരാം. അപ്പൊ ഒന്നാമത് യേശുവിനോട് പറഞ്ഞത്, ഈ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. നമ്മളായിരിക്കുന്ന ഈ സ്ഥലം മരുഭൂമിയാണ്. പക്ഷെ ഈ 4 സുവിശേഷങ്ങളും ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഈ സ്ഥലം മരുഭൂമി എന്നതിലപ്പുറം ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ പട്ടണത്തിന് തൊട്ടു സമീപമാണിത്. എന്ന് പറഞ്ഞാൽ അത്ര സാധ്യതകളില്ലാത്തൊരു സ്ഥലമല്ല. മരുഭൂമിയാണെങ്കിൽ കൂടെ പട്ടണത്തിന്റെ സകലവിധ സാധ്യതയുമുള്ള ഒരു സ്ഥലം. പക്ഷെ ഈ ജനത്തിന് ആ സാധ്യതകൾ അനുഭവിക്കാൻ പറ്റുന്നില്ല. യേശു അത്ഭുതം നിവർത്തീകരിക്കുമ്പോൾ വചനം പറയുന്നത് അവരെ പുല്ലിന്മേലിരുത്തി ഭക്ഷണം കൊടുത്തുന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു മരുഭൂമിയല്ല, പച്ചയായ പുൽപ്പുറങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് മരുഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ പച്ചപ്പുണ്ട്, പട്ടണത്തിന്റെ സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ജനത്തിന് മാത്രം അതൊരു മരുഭൂമിയായി അനുഭവപ്പെടുക. പട്ടണമുണ്ടെങ്കിലും പച്ചപ്പുണ്ടെങ്കിലും മരുഭൂമിയായി അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഇവർ പറഞ്ഞത്, ഞങ്ങൾക്ക് മാത്രം ഈ സാധ്യതകളെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നൊരാവശ്യമാണ് യേശുവിന്റെ മുൻപിലേക്ക് ശിഷ്യന്മാർ വെച്ചത്. സ്തോത്രം. ഈ രാത്രി നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ സാഹചര്യത്തിൽപ്പെട്ട് ഇവിടെ നിന്നൊന്ന് മാറണം, ഇവിടെ നിന്നൊരു ഷിഫ്റ്റ് ചെയ്യണം, ഇവിടെ നിന്നാൽ ഒന്നും സംഭവിക്കുകയില്ല എന്നൊരു തോന്നൽ ഉള്ളത്തിലുണ്ടെങ്കിൽ ഒരു കാര്യം കേൾക്കുക, കർത്താവാണ്, കർത്താവിന്റെ പിന്നാലെ പോയിട്ടാണ്, ആ വചനത്തിന് പിന്നാലെ പോയിട്ടാണ് അവിടെ എത്തിയതെങ്കിൽ, അത് മരുഭൂമിയാണെങ്കിലും അവിടുത്തെ സാധ്യതകൾ മുഴുവൻ അനുഭവിക്കാൻ കർത്താവ് വഴിയൊരുക്കുമെന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? വചനത്തെ അനുഗമിച്ചാണ് ഇവിടെ വന്നതെങ്കിൽ, ദൂത് കേട്ടിട്ടാണ് ഇവിടെ വന്നെങ്കിൽ, ആലോചന കേട്ടിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ, ഇന്ന് നിങ്ങൾക്കിതൊരു മരുഭൂമിയായി അനുഭവപ്പെടുന്നെങ്കിൽ ഈ രാത്രി വചനം പറയും, അതിന്റെ സാധ്യത അനുഭവിക്കാൻ യേശു വാതിൽ തുറക്കുമെന്ന്, യേശു ഇടപെടുമെന്ന് ഈ ഉപവാസ പ്രാർത്ഥനയോടെ ഈ രാത്രി വിശ്വസിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥനയോടെ ചില വിഷയത്തിന് മുൻപിൽ, കർത്താവേ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്താലേ ഒരു നന്മ ഉണ്ടാകുമെന്നുള്ള സങ്കടത്തിലിരിക്കുന്നെങ്കിൽ ഉറപ്പോടെ കേൾക്കുക, ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ യേശുവിന്റെ അത്ഭുതമുണ്ടാകും. അവിടെ നിന്ന് അപമാനിതനായി നടന്നു പോകാൻ യേശു അനുവദിക്കില്ല. അവിടെ നിന്ന് കൊട്ട നിറച്ച് സംതൃപ്തനായി മിച്ചത്തോടെ പോകാൻ കരുതിയ ഒരു യേശുവിനെയാണ് നാം ആരാധിക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കാതെ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന അസാധ്യതയുടെ ലൊക്കേഷനകത്ത് യേശുവിന് ഇടപെടാൻ കഴിയും. ഹല്ലേലൂയ. ഹൃദയങ്ങളോട് ദൈവാത്മാവ് ഇടപെടുന്നത് എനിക്കറിയാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ രാത്രി ഭാരപ്പെടണ്ട. ഈ പ്രത്യേക പരിതസ്ഥിതിക്കകത്ത്
ഏത് സാഹചര്യത്തിലും കർത്താവിന് ഇടപെടാൻ കഴിയുമെന്ന് ഉറയ്ക്കുക. ഞാൻ 2 ഉദാഹരണം അതിനകത്ത് വേഗത്തിൽ തരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ തിരുവെഴുത്ത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ തിരുവെഴുത്ത്. ഞാൻ എൻ്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഇത്ര മനോഹരമായ വാക്യം. 5-ാം അധ്യായം കാട്ടുമുന്തിരിങ്ങ കായ്ച്ച ആ ഭാഗമാണ് നമുക്ക് പരിചയമുള്ളത്. 5-ന്റെ 1 മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ കല്ല് പിറക്കി കളഞ്ഞിട്ടില്ല, വേലി കെട്ടിയിട്ടില്ല, മുള്ളും പറക്കാരെയും നിറഞ്ഞിട്ടുള്ള വളരെ കഠിനമായ ഒരു സ്ഥലം. ഞങ്ങൾക്ക് ഇവിടെ ഈ മുന്തിരിത്തോട്ടം, കമ്പത്ത് മുന്തിരിത്തോട്ടമുണ്ട്. ഈ താഴ്വരയിലാണ് മുന്തിരി ഏറ്റവും കൂടുതൽ കായ്ക്കുന്നത്. പക്ഷെ ഇവിടെ വചനം പറയുന്ന ഒരു കുന്നിന്മേലാണ് മുന്തിരിത്തോട്ടം. അസാധ്യമായ കാര്യമാണ് കുന്നിന്മേൽ. ഇനി ഇസ്രായേൽ വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ സാധാരണയായിട്ട് താഴ്വരയിലാണ് മുന്തിരിത്തോട്ടം ഉണ്ടാകുക. പക്ഷെ ഇവിടെ ഈ മുന്തിരിത്തോട്ടത്തിന് വേലി കെട്ടുന്നതിന് മുമ്പ്, കല്ല് പെറുക്കി കളയുന്നതിന് മുമ്പ്, മുള്ളും പറക്കാരിയും തീയിടുന്നതിന് മുമ്പ് 1-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്, എൻ്റെ പ്രിയതമൻ ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം, ഓൺ എ വെരി ഫ്രൂട്ട്ഫുൾ ഹിൽ, ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ദൈവം അവിടെ എന്തെല്ലാം ചെയ്യുന്നതിന് മുൻപാണ് പ്രവചനാത്മാവിൽ അത് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഫലവത്തായ ഒരു സ്ഥലത്താ ദൈവം നിർത്തിയിരിക്കുന്നത്. ചില സ്ഥലങ്ങളെ കുറിച്ച്, ചില സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ അസാധ്യമാണ്, ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ ദൈവം അത് എന്ത് സാഹചര്യം അവിടെ നിന്ന് എടുക്കാൻ കഴിയുമെന്ന് തമ്പുരാൻ മുമ്പേ അറിഞ്ഞത് കൊണ്ടാണ് നിങ്ങളെ അവിടെ ആക്കിയത്. നിങ്ങൾ ഉള്ള സ്ഥലം നിങ്ങൾക്കിപ്പോൾ അസാധ്യമായി തോന്നിയാലും ദൈവം അതിനെ വെരി ഫ്രൂട്ട്ഫുൾ ഹില്ലായി കണ്ടിട്ടാണ് ദൈവം നമ്മെ അവിടെ ആക്കിയിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി ഒരു ബോധം പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളുടെ അകത്ത് നൽകട്ടെ. ആ അസാധ്യതയുടെ തലങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായ ചില ഫലങ്ങൾ ഉളവാക്കാൻ ദൈവം കണ്ടിരിക്കുന്നതാണ് ആ അസാധ്യതയുടെ മേഖലയെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നുണ്ടോ? സ്തോത്രം. നമ്മെ അവിടെ ആക്കിയതിന് ദൈവത്തിന് പദ്ധതിയുണ്ട്. അവിടെ ദൈവത്തിന്റെ വചനമനുസരിച്ച് നിൽക്കുന്നെങ്കിൽ ഏറ്റവും ഫലകരമായത്, ഈ ലോകത്തെങ്ങും കിട്ടാത്തതുപോലെ ഏറ്റവും ഫലകരമായത് ദൈവം ഉളവാക്കാൻ ഇഷ്ടപ്പെടുന്നത് ഈ അസാധ്യതയുടെ കുന്നിൻ മുകളിലാണ്. ഹല്ലേലൂയ. ഒരു തെളിവ് കൂടെ വേഗത്തിൽ 7-ാം അധ്യായം, യെശയ്യാ പ്രവാചകൻ തന്നെ 7-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോ യഹോവ യെശയ്യാവോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അതൊരു ലൊക്കേഷനാണ് പറയുക, നീയും നിന്റെ മകൻ ഷെയാർ യാശൂബും അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലെ കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആഹാസിനെ എതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയേണ്ടത്. ആ പറഞ്ഞ ലൊക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലെ കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത്. ആഹാസ് രാജാവ് ഒരു പ്രത്യേക പ്രതിസന്ധിയുടെ നടുവിൽ കൊട്ടാരത്തിൽ ഇരിക്കേണ്ട ആഹാസ് രാജാവ് തന്റെ കൂടെയുള്ള എഫ്രൈം അരാമിനോട് യോജിച്ചു, ശത്രുഗ്രഹത്തോട് യോജിച്ച് തന്റെ സഹോദരൻ തനിക്കെതിരെ യുദ്ധത്തിന് വന്നപ്പോ പിടിച്ചു നിൽപ്പില്ലാതെ ആഹാസ് രാജാവ് ഇറങ്ങി ഓടിയിരുന്ന മറവിടമാണ് കാണിച്ചത്. അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലെ കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത്. ഒരുപക്ഷെ ആ കൊട്ടാരത്തിനകത്ത് ആർക്കും ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സ്ഥലത്ത് മാറിയിരുന്ന് ഇടം തേടി ആഹാസ് കരയുമ്പോൾ, ഇത് ആഹാസ് അല്ല പറഞ്ഞത്, യഹോവ യെശയ്യാവിനോട് പറയുകയാണ്, തന്റെ ഭക്തൻ ഒരു അസാധ്യതയുടെ നടുവിലിരുന്ന് കരഞ്ഞ സ്ഥലം. ഈ രാത്രി കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഈ സാഹചര്യത്തിനകത്ത് രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ് മറവിടം തേടി കരഞ്ഞ ആരെങ്കിലും ഈ രാത്രി വചനം ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ബാത്റൂമിനകത്തോ ഏതെങ്കിലും വാഹനത്തിന്റെ സീറ്റിനകത്തിരുന്നോ, കർത്താവെ എനിക്ക് മാത്രം ഈ ദുർവിധി എന്ന് പറഞ്ഞ് കരയുമ്പോ യെശയ്യാവിനെ ആഹാസിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ച ആ തമ്പുരാൻ മാറാത്തവരാകട്ടോ. പുകയുന്ന ഈ മുറിക്കൊള്ളി നിമിത്തം നീ ഭാരപ്പെടണ്ട. ഇപ്പൊ കടന്നു പോകുന്ന ഈ പ്രതികൂലങ്ങൾ ദഹിപ്പിക്കത്തക്കവണ്ണം ശക്തിമത്തായവയല്ല, അവയൊന്നും ആളി കത്താൻ പോകുന്നില്ല, അത് മുഴുവൻ പുകഞ്ഞു തീരുമെന്ന് ആഹാസിനോട് യെശയ്യാവിനെ അയച്ച് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഈ സൂം റൂമിനകത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഇപ്പൊ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ ലൊക്കേഷനകത്ത് ആരും കാണാതെ ഹൃദയത്തിനകത്ത് നീറ്റലോടെ നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇത് ദൈവത്തിന്റെ ആലോചന. പുകയുന്ന മുറിക്കൊള്ളി നിമിത്തം ഭാരപ്പെടേണ്ട, അത് കത്താൻ പോകുന്നില്ല, അത് ദഹിപ്പിക്കത്തക്ക വിധത്തിൽ ശക്തിയുള്ളതല്ല. ആ തീയുടെ ബലത്തെ കെടുത്തുന്ന ദൈവത്തിന്റെ അഭിഷേകം ഒരിക്കൽ കൂടെ നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് ഈ രാത്രി ഹൃദയം കൊണ്ട് വിശ്വസിക്കുക.
പ്രാബാധാന വൈഡോ രകൽമനി ഘടക ഹർഷകലാധുരി വൈഡാധനര ധീരകലാധുരി. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന ഈ അസാധ്യതയുടെ ലൊക്കേഷനൊക്കെ ദൈവത്തിന് പ്രവർത്തിക്കാൻ എപ്പോഴും സാധ്യതയുണ്ടെന്ന് ഈ സ്തോത്രം. ഞാനിത് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന രസകരമായ കാര്യങ്ങളാണ്. പ്രവാചകന്മാരൊക്കെ എത്രയോ പ്രവാചകന്മാരാണ് വീട് മാറാൻ പറഞ്ഞിട്ടുള്ളത്, വാതില് മാറി വെക്കാൻ പറഞ്ഞിട്ടുള്ളത്, കിണറ് മാറി കുത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് നമുക്ക് ഈ ജാതക ദോഷമൊന്നും ഇല്ലെങ്കിലും വല്ലാത്ത പ്രവാചക ദോഷമുള്ള ആളുകളാണ് നമ്മൾ, ഒരു കൂട്ടം ആളുകൾ. കാരണം ഈ വചനത്തിനകത്ത് അത്രത്തോളം പരിജ്ഞാനം നമ്മുടെ എല്ലാ ആളുകൾക്കും ഇല്ലാത്തതുകൊണ്ട് സാധുക്കളായ വചനം അത്രത്തോളം അറിവില്ലാത്ത ആളുകൾ ഭയത്തോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ഓടണം എന്ന് പറഞ്ഞ് അവരെ ഭയചകിതരാക്കുന്ന നിരവധി സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കും. സത്യം പറഞ്ഞാൽ അവര് പ്രവാചകന്മാരെ അവരുടെ നിവൃത്തികേടിന് വേണ്ടി പറയുന്നത്. അപ്പൊ നമ്മൾ ചില ആൾക്കാർ ഒരു ദൂതും കൊണ്ടേ നമ്മൾ പോകും, ഇത് കേൾക്കാതെ നമ്മൾ പോകില്ല. പ്രവാചകന്മാർ ആരെങ്കിലും ഉണ്ട്, ഇത് കേട്ടിട്ടേ നമ്മൾ പോകും. അപ്പൊ അവര് നിവൃത്തികേട് കൊണ്ട് പറയുന്നതാ. പക്ഷെ ഇതിന്റെ പുറകെ നമ്മൾ പോവുക. അപ്പൊ നമ്മൾ ദൂതിന്റെ പുറകെ നിൽക്കണ്ട, വചനത്തിന്റെ പുറകെ നിന്നാൽ ഒരു ലൊക്കേഷനും ദൈവത്തിന് അസാധ്യമല്ല. നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് വചനത്തിന് ഈ രാത്രി ഒരു ആമേൻ പറയാൻ കഴിഞ്ഞാൽ, അയച്ചവന്റെ കാര്യം സാധിപ്പിച്ചു മടങ്ങുന്ന ഈ ദൈവത്തിന്റെ തിരുവെഴുത്ത് നമുക്ക് വേണ്ടി അതിശയ കാര്യങ്ങൾ ചെയ്യും. ആമേൻ, സ്തോത്രം. ഞാൻ മുന്നിലേക്ക് വരാം. അപ്പൊ ഒന്നാമത്തെ കൺസേൺ യേശുവിനോട് പറഞ്ഞത് ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണമെന്ന്. രണ്ടാമത് യേശുവിനോട് പറഞ്ഞത് നേരം വൈകി എന്ന്. നേരം വൈകി. അതിനുപക്ഷെ മുഴുവനും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഈ ഭാഗം കൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുക. ശ്രദ്ധിച്ചു. അപ്പൊ യേശുവിനോട് പറഞ്ഞു നേരം വൈകി, ലേറ്റ് ആയിപ്പോയി. നമ്മളെപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് പറയാൻ സാധ്യതയുള്ളൊരു വേർഡാണ്, കർത്താവേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയം ഒരുപാട് കഴിഞ്ഞുപോയി, ദൈവപ്രവർത്തിയുടെ സമയം ഒരുപാട് കഴിഞ്ഞുപോയി. കർത്താവ് ഇപ്പോഴെങ്കിലും ഇടപെട്ടാൽ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ അങ്ങ് പോകും. നമ്മൾ പറയുന്ന വിവാഹം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളോ ഭവനം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ കർത്താവിനോട് എപ്പോഴും പറയാറുണ്ട്. ഒരുപാട് വൈകിപ്പോയി, ചെയ്തെടുക്കേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞുപോയി, ഒത്തിരി വൈകിപ്പോയി കർത്താവ്. ഇനി ഇത് കർത്താവിങ്കിൽ നിന്നൊന്ന് ലഭിച്ചിട്ട് അതിനുള്ള ആയുസ് സമയമൊക്കെ കഴിഞ്ഞുപോയി. എത്രയോ തവണ അതിന്റെ സമയങ്ങൾ ദൈവം ഞങ്ങളെ അറിയിച്ചു, പക്ഷെ ആ സമയത്തൊന്നും ഒരു കാര്യവും നടന്നില്ല, ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അപ്പൊ നമ്മൾ പറയുന്നത് ഇനി ഇതൊന്നും വേണ്ട, ഇനി ഇതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഒരുപാട് ലേറ്റ് ആയിപ്പോയി. മനസ്സ് തന്നെ മടുത്തു. ഒരുപാട് വാഗ്ദത്തങ്ങൾ വൈകിയപ്പോൾ മനസ്സ് തന്നെ മടുത്തു. ഇനി വേണ്ടെന്ന് ഒരുപക്ഷെ തീരുമാനിച്ചിരിക്കുമ്പോൾ ഈ രാത്രി ഈ വചനഭാഗത്തു നിന്ന് പരിശുദ്ധാത്മാവിൽ ഒരു ദൂതിലേക്ക് ഞാൻ വരിക. ഹബക്കൂക്ക് പ്രവാചകൻ നമ്മളോട് ഇങ്ങനെ വൈകിയ വിഷയങ്ങളെ കുറിച്ചൊരു പ്രബോധനം നൽകുന്നത്, നിന്റെ ദർശനം ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം ഒരു പലകയിൽ എഴുതുക, അതതിന്റെ സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു. വൈകിയാലും അത് വരും, നിശ്ചയം താമസിക്കില്ല, അതിനെ കാത്തിരിക്കുക. ആ വചനം ഒന്ന് വായിക്കാമോ? ഞാൻ വായിക്കാം. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കണേ. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, പുസ്തകം എടുത്ത് നോക്കാൻ കഴിയുന്നവർ. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു, വൈകിയാലും വരും, നിശ്ചയം താമസിക്കുകയില്ല. ഇപ്പൊ ഈ ഭാഗത്ത് ഒരു ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. എന്താ ഗ്രാമർ മിസ്റ്റേക്ക്? വൈകി എന്ന് പറഞ്ഞാലും താമസിച്ചെന്ന് പറഞ്ഞാലും ഒറ്റ അർത്ഥമാണ്. ഇപ്പൊ പ്രവാചകൻ പറയാണ് വൈകിയാലും താമസിക്കുകയല്ലേ, ലേറ്റായി, വൈകി താമസിച്ചു എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥം. പക്ഷെ പ്രവാചകൻ പറഞ്ഞു വൈകിയാലും താമസിക്കുകയല്ല. അപ്പൊ ഇതെങ്ങനെ പോസിബിൾ ആകും? വൈകി എന്ന് പറഞ്ഞാലും താമസിച്ചെന്ന് പറഞ്ഞാലും ഒരർത്ഥം. പ്രവാചകൻ പറയുന്നു വൈകിയാലും താമസിക്കുകയല്ല. എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ ഉള്ളത് പോലെ എനിക്ക് തോന്നി. ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ എല്ലാ ന്യൂ ഇയറിനും പ്രസംഗിക്കാറുള്ള ഒരു വചനമുണ്ട്, പച്ചപ്പുഴുവും തുള്ളലും വിട്ടിലും തിന്ന് ശേഷിപ്പിച്ച സംവത്സരങ്ങൾക്ക് ഞാൻ പകരം സംവത്സരം തരും. സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ഐഡിയോളജി മൈൻഡിനകത്തോട്ട് കയറിയിട്ടില്ല. കാരണം നമുക്ക് 20-21 ഒക്കെ കോവിഡ് വന്ന് നമ്മുടെ ആയുഷും നമ്മുടെ സമയങ്ങളും നമ്മുടെ നന്മകളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അത് ഇനി തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാകാനാ? ഈ 2020-21 ഇനി തിരിച്ചു വരത്തില്ല, പോയത് പോയി. അപ്പോഴാണ് ദൂത് പറയുന്നത് പകരം സംവത്സരം തരാം, ഞാനിത് മടക്കി തരാം, പച്ചപ്പുഴുവും
തുള്ളനും വിട്ടിലും തിന്ന് ശേഷിപ്പിച്ച സംവത്സരങ്ങൾക്ക് ഞാൻ പകരം തരും. ഞാൻ ഇന്നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇന്നലെ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാത്ത പിന്നോട്. അപ്പൊ ഈ രണ്ട് വചനങ്ങൾ സത്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചതാണെങ്കിൽ തന്നെ യുക്തിപരമായി ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വൈകിയാലും താമസിക്കുകയില്ല, പോയ വർഷം തിരിച്ചു തരും. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാനാണ്? നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങളുടെ അടുത്ത് എനിക്കിപ്പോ കുമ്മളിയിൽ താമസിക്കുമ്പോ കുമ്മളിയിൽ നിന്ന് ബാംഗ്ലൂർ പോകണമെങ്കിൽ 6:30 ഞങ്ങൾക്കൊരു ബസ്സുണ്ട്. സ്തോത്രം, കേൾക്കാമെന്ന് വിചാരിക്കും. അപ്പൊ ഞാന് ഒരു 6 മണിക്ക് എന്റെ സ്ഥലത്തു നിന്ന് തിരിച്ചാൽ 6:30 എനിക്ക് കുമ്മളി ചെന്ന് ബാംഗ്ലൂർ ബസ്സിന് കയറി എനിക്ക് ബാംഗ്ലൂർ പോകാം. ഈവനിങ് 6:30. ഞാനൊരു 6:15 ഇറങ്ങുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ ലേറ്റ് ആയി എന്നുള്ളതാണ്. ഇനി എത്തത്തില്ല ഒരിക്കലും. ഞങ്ങളുടെ ഹൈറേഞ്ചർ റോഡിൽ ഒരു 15 മിനിറ്റ്സ് കൊണ്ട് ഇത്രയും കിലോമീറ്റർ താണ്ടി ഞാൻ ഒരിക്കലും എത്താൻ സാധ്യതയില്ല. അപ്പോൾ അതിന് ലേറ്റ് ആയെന്ന് പറയാം. എന്നാൽ ഞങ്ങളുടെ അടുത്ത് നടന്നൊരു സംഭവം, ഞങ്ങളുടെ വീടിനടുത്താണ് ഒട്ടകത്തലമേട് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ്. അപ്പൊ കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂര് അവിടെ ഒരു ഹെലിപാഡ് തുടങ്ങിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ സഞ്ചാരം സാധ്യമാകേണ്ടതിന് വേണ്ടി ഒരു ഹെലിപാഡ് തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഈ കുമ്മളി എന്ന് പറയുന്ന സ്ഥലം 2 മലയ്ക്ക് അപ്പുറത്താണ്. നമ്മൾ ഇതിൽ ചുറ്റിയാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ 10 മിനിറ്റ് പോയിട്ട് 5 മിനിറ്റ് പോലും വേണ്ട തൊട്ട് താഴെ പറന്നിറങ്ങാൻ. ഒരു 3-4 മിനിറ്റിന്റെ സമയത്തിനകത്ത് ഇത് പറന്നിറങ്ങും. ഇപ്പൊ കാര്യം വല്ലതും പിടികിട്ടിയോ? വൈകിയാലും അത് താമസിക്കുകയില്ല എന്ന് പ്രവാചകനുള്ള ധൈര്യം. കാര്യം സമയമൊക്കെ കഴിഞ്ഞു പോയി കാണാം, പക്ഷെ ദൈവത്തിന്റെ വഴിയെക്കുറിച്ച് നമുക്കറിയില്ല. ശ്രദ്ധിച്ചോ? സ്തോത്രം. ഈയിടെ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസം, തമാശയായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്നാലും കേരളയിലെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. നമുക്കിപ്പം ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ പോകണമുള്ള നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ കേരളയിൽ വന്നാൽ ഇവര് പറയുന്നത് ഒരു 4 hours നമുക്ക് കാസർഗോഡ് ചെല്ലാന്ന് പറയുന്നത്. വന്നെങ്കിൽ ഇതൊക്കെ കേട്ടറിവുണ്ട്, നമുക്കറിയത്തില്ല. എന്നാലും ഒരു സൊല്യൂഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്തോത്രം. വൈകിയതിനകത്ത് വേഗമായി ചിലത് ചെയ്യാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വൈകി എന്നുള്ളത് സത്യമാ, സമയം പോയെന്നുള്ളത് സത്യമാ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കയില്ല. ദൂതിന്റെ ഡെസ്റ്റിനേഷൻ എത്തുമ്പോ സമയം പോയതുപോലെയല്ല. കാരണം ദൈവത്തിന്റെ വഴിയെക്കുറിച്ച് ഈ രാത്രി ബോധ്യമുള്ളവരാകുക, ദൈവത്തിന്റെ വേഗതയെക്കുറിച്ച് ഈ രാത്രി ബോധ്യമുള്ളവരാകുക. സമയം പോയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്, വൈകി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ദൈവത്തിന്റെ വേഗത വിഷയങ്ങളുടെ അകത്തു ചലിച്ചാൽ ദൈവം വേഗത്തിൽ ചിലർക്ക് വേണ്ടി ചെയ്യുമെന്ന് ഈ രാത്രി വചനത്തിനകത്ത് കൂടെ നിങ്ങൾ തിരിച്ചറിയുക. എങ്ങനെ ഒരു മഴ പെയ്യുന്നത് ഒരു സമുദ്രത്തിനകത്തല്ലേ, വെള്ളത്തിനകത്ത് കനത്ത സൂര്യപ്രകാശമേറ്റ് അത് നീരാവിയായി ഘനീഭവിച്ച് 5-6 മാസം അത് പ്രോസസ് ചെയ്ത് അത് മേഘമായി, കാർമേഘമായി മഴ പെയ്യുക. പക്ഷേ ഒരിക്കലും കാണാത്ത മേഘം പ്രവാചകന്റെ 7 മിനിറ്റത്തെ പ്രാർത്ഥന കൊണ്ട് കൈപ്പത്തി പോലെ മേഘമുയർന്നെങ്കിൽ 6 മാസത്തെ പ്രോസസ്സ് ദൈവം 7 മിനിറ്റ് കൊണ്ട് ചെയ്തെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ജോസഫിനോട് ചോദിക്കും, ജോസഫേ എത്ര കാലമായി ദൂത് കേട്ടിട്ട് കാരാഗ്രഹവും പൊട്ടക്കിണറുമായിട്ട് ഇങ്ങനെ നടക്കുകയല്ലാതെ ഗതി പിടിക്കുന്നില്ലല്ലോ? ജോസഫ് പറയാൻ സാധ്യതയുള്ള മറുപടി, ഒരു രാത്രിയിലെ 2 മിനിറ്റത്തെ സ്വപ്നം മതി എന്റെ ദൈവത്തിന് വിഷയങ്ങളുടെ അകത്തിടപെടാൻ. സ്തോത്രം. ദൈവത്തിന്റെ വേഗത എന്തെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ഈ രാത്രി പല വിഷയങ്ങൾ വൈകി എന്നുള്ളൊരു പരിഭവം ഹൃദയത്തിനകത്തുണ്ടോ? ഒന്നും നടക്കുന്നില്ല, ഒന്നും വേഗത്തിൽ പോകുന്നില്ല എന്നൊരു സങ്കടം ഹൃദയത്തിനകത്തുണ്ടോ? ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വഴി ദൈവം ഒന്ന് ചേഞ്ച് ചെയ്ത് ദൈവത്തിന്റെ വേഗതയിൽ ദൈവം വിഷയങ്ങളുടെ അകത്ത് താമസിച്ചതിനകത്ത് ഇടപെടുമെന്ന് ഉറപ്പോടെ അകത്ത് കേൾക്കുന്നവർ ആ കരമുയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രവാചകന്റെ ദൂത് വിളിച്ചു പറയുമ്പോൾ പരിശുദ്ധാത്മാവിലുള്ള ആത്മവിശ്വാസം, കോൺഫിഡൻസ് നിങ്ങൾ കണ്ടോ? വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കയില്ല. ഈ രാത്രി ചില ചെവികളുടെ അകത്തത് മുഴങ്ങട്ടെ. വൈകി എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് പിശാച് ചെവിക്കകത്ത് പറയുമ്പോ പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, വൈകി എന്നുള്ളത് നേരാ, പക്ഷെ കാത്തിരുന്നു, താമസിക്കത്തില്ല. ദൈവപ്രവൃത്തി അതിന്റെ വേഗതയിൽ നമുക്ക് വേണ്ടി ഇടപെടുമെന്ന് ഈ രാത്രി ഹൃദയത്തിനകത്ത് ഉറയ്ക്കാൻ ദൈവാത്മാവ് ചിലരെ പ്രബോധിപ്പിക്കുക. മനസ്സ് മടുക്കണ്ട. ദൈവം വേഗത്തിൽ ഇടപെടുന്ന യോവേൽ പ്രവചനത്തിലെ വാക്യം കൂടെ നമ്മൾ പറഞ്ഞില്ലേ, എങ്ങനെ ഈ സംവത്സരം തിരിച്ചു നൽകുന്നേ? സംവത്സരം അത് ഞങ്ങളുടെ ഒരു ഉദാഹരണം തന്നെ പറയാം.
ഇപ്പോ ഒരു ഏലകൃഷി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അത് കർഷകന് ഗുണമാകണമെങ്കിൽ 1 കിലോ ഏലക്കായ്ക്ക് 1200 രൂപ കിട്ടണം. ഗുണമാകണമെങ്കിൽ ഒരു 200 രൂപ കർഷകന് കിട്ടും. 1000 രൂപ അതിന്റെ നമ്മുടെ ഇതാണ് ഉൽപാദന ചെലവാണ്. 1200 രൂപ കിട്ടി 200 രൂപ 1 കിലോയ്ക്ക് ലാഭം കിട്ടും. ഈ സമയങ്ങളിലൊക്കെ 800 900 ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഏകദേശം 1400 1500 ഒക്കെ ഏലക്കായ്ക്ക് വിലയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കാലങ്ങൾ 700 650 800 ഒക്കെ കിടന്ന സമയങ്ങളുണ്ട്. ഒരു ലാഭവും കർഷകരില്ലാതെ വൃത്തിയായിട്ട് കിടക്കാൻ വേണ്ടി മാത്രം കൃഷി ചെയ്തിരുന്ന കാലങ്ങളുണ്ട്. എന്നാൽ കോവിഡ് ടൈമിനകത്ത് 1 കിലോ ഏലക്കായുടെ വില നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത കാണാം. 4600 രൂപയാണ് 1 കിലോ ഏലക്കായുടെ വില. കോവിഡ് ടൈമിനകത്ത് 4600 രൂപ, 5000 6000 രൂപയ്ക്ക് വരെ ഓപ്ഷനകത്ത് ഏലക്ക വിറ്റുപോയ സമയങ്ങളുണ്ട്. ഈ ഉദാഹരണം കേട്ടപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് കാര്യങ്ങൾ തെളിഞ്ഞു വന്നത്. ഈ സംവത്സരം ദൈവം മടക്കി നൽകുമെന്ന് പറഞ്ഞാൽ 3 വർഷം ലഭിക്കേണ്ട പേയ്മെന്റ് ആണ് ദൈവം ഒറ്റ വർഷം കൊണ്ട് കൊടുത്തത്. ശ്രദ്ധിച്ചോ? അത് 3 വർഷം അധ്വാനിച്ചാൽ കിട്ടാത്തതാണ് ഒറ്റ വർഷത്തിനകത്ത് ആ ജനത്തിന് കിട്ടിയത്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ 2015 ഒരു തെങ്ങ് വെച്ചു, 20 21 ഒക്കെ കായ്ക്കണം. ഇത് കായ്ച്ചില്ല. 22 23 കൂടെ നഷ്ടപ്പെട്ടു പോയ വർഷത്തിന്റെ ഫലം കൂടെ ഒരുമിച്ച് കായ്ച്ചാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നത് എന്താണെന്ന് പരിശുദ്ധാത്മാവിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ചില വർഷങ്ങൾ നിങ്ങൾക്ക് പച്ചപ്പഴും വിട്ടിലും തുള്ളലും തിന്നു ശേഷിപ്പിച്ച് ഒന്നുമില്ലാതെ പോയ സംവത്സരങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ അതിന് ആനുപാതികമായ വർധനവ് കൊണ്ട് ദൈവം നിറയ്ക്കുന്ന വർഷങ്ങൾ ഉണ്ടാകും. ഈ അത്ഭുതത്തിൽ നമ്മൾ അതാ കാണുന്നത്. തിന്ന് തൃപ്തിയായി മിച്ചം വെക്കുന്നത് പോലെ ദൈവം അവരുടെ വിഷയത്തിനകത്ത് ഇടപെട്ടെങ്കിൽ വർഷങ്ങൾ ഒരുപക്ഷെ നമ്മെ മടിപ്പിച്ചു കാണാം. വർഷങ്ങൾ കടന്നുപോയതിന്റെ സങ്കടത്തിലായിരിക്കാം ഇരിക്കുന്നത്. എന്നാൽ അതിന് ആനുപാതികമായ ദൈവത്തിന്റെ വർധനവുണ്ടാകുന്ന ഒരു വർഷമുണ്ടാകുമെന്ന് ഈ രാത്രി വചനം വിശ്വസിക്കാൻ നമുക്ക് ഹൃദയത്തിനകത്ത് കഴിയുമ്പോൾ സ്തോത്രം. എനിക്കറിയാം ഇത് ഞാൻ ഈ രാത്രി പറയുന്നത് എന്തെങ്കിലും ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും സമൃദ്ധി സുവിശേഷത്തിന്റെ ഭാഗമല്ല പറയുന്നത്. ആവശ്യത്തോടിരിക്കുന്നവരുടെ ഹൃദയത്തെ ദൈവം അറിയുന്നുണ്ട്. 2 വർഷം നഷ്ടത്തിൻ്റെതാണോ ആ നഷ്ടങ്ങൾ നികത്തുന്ന ദൈവത്തിന്റെ വർധനവുള്ള ഒരു വർഷം. ഒരുപാട് വൈകിപ്പോയ കാര്യങ്ങളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? വേഗത്തോടെ ദൈവം ഇടപെടുന്ന ഒരാണ്ടായി ഈ ആണ്ട് മാറാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? തൊട്ടു താഴേക്ക് കാണുമ്പോ കർത്താവ് അന്നമില്ലാതെ അന്നം മുട്ടി നടന്നവർക്ക് ദൈവം സർപ്ലസ് കൊടുത്തതാ കാണുന്നത്. അതുവരെ അവർക്ക് കമ്മി ബഡ്ജറ്റാ, ഒന്നും മിച്ചമില്ല. പക്ഷെ ഈ 12 കൊട്ട മിച്ചം ദൈവം അവർക്ക് കൊടുത്ത ഒരു സമയമാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. ഈ രാത്രി നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ഒന്നും മിച്ചമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന ഒരു സമയം നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിൽ മിച്ചം പിടിക്കാൻ ദൈവം സമയം തരുമെന്ന്. ഒരു സർപ്ലസ് ബഡ്ജറ്റ് ആക്കി, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ ഇതുവരെ ഓടിയെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് സർപ്ലസ് ബഡ്ജറ്റ് ആക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ രാത്രി പരിശുദ്ധാത്മാവ് വേണ്ടി ഇടപെട്ടത് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞാണെങ്കിൽ ഈ രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഭൗതിക ആവശ്യങ്ങൾ കണ്ണുനീരോടെ കർത്താവിന്റെ മുൻപിൽ വെച്ചിട്ട് വചനം അറിയാവുന്നവരാ, കൃപാവരങ്ങളുള്ളവരാ, വെളിപ്പാടുകളുള്ളവരാ. പക്ഷെ ഈ രാത്രി കർത്താവിൽ നിന്നൊരു ആശ്വാസമാണോ ആഗ്രഹിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ പറയാം, ചില മൂവുകൾ, ചില ഷിഫ്റ്റുകൾ അത് ദൈവം അറിഞ്ഞിട്ടാണ് ദൈവത്തിന്റെ റൂട്ടിനകത്ത് നമ്മെ കൊണ്ടുവരാൻ. ചില വൈകിയതിനകത്ത് ദൈവത്തിന്റെ വേഗത ഇടപെടും. നഷ്ടപ്പെട്ടു പോയ വർഷത്തിന് ആനുപാതികമായ ദൈവത്തിന്റെ വർധനവുണ്ടാകുന്ന വർഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് കരം പിടിക്കുമെന്ന് ഈ രാത്രി വിശ്വസിക്കാം. ഹല്ലേലൂയ. ആ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. കൃപാവരങ്ങളും വെളിപ്പാടും കർത്താവേ ദൂതും തരാൻ മാത്രമല്ല, എന്റെ ആവശ്യങ്ങൾ കരുതാനും കർത്താവിനറിയാം. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പ്, എന്റെ സാഹചര്യങ്ങളുടെ നിലനിൽപ്പ് കർത്താവ് അതറിയുന്നതോർത്ത് ഈ രാത്രി ഞങ്ങൾ സ്തോത്രം ചെയ്യുക. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഏതു സമയത്തും ഇറങ്ങി വന്ന് കരുതുന്ന ആ തമ്പുരാന്റെ കരത്തിലേക്ക് ഈ രാത്രി ആവശ്യങ്ങളോടെ കണ്ണുനീരോടെ തിരുവാത വളഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഒരുപോലെ കർത്താവ് അവരെ സഹായിക്കണം. കർത്താവിന്റെ വഴികൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടണം. വചനം അത് ചെയ്യണമേ അപ്പാ. അതിനായി തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.